കൈക്കൂലി വാങ്ങുന്നതിനിടെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആന്റണി വിജിലൻസിന്റെ പിടിയിലായത് കരാറുകാരനിൽ നിന്ന് 6000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ പാലക്കൽ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി. ചൊവ്വാഴ്ച റോഡ് തുറന്നുകൊടുക്കുമെന്ന മന്ത്രിയുടെ ഉറപ്പ് പാഴ്വാക്കായി. ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ യാത്രക്കാർ. ഗുരുവായൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. ഗുരുവായൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുകയായിരുന്ന ബസിനാണ് തീപിടിച്ചത്. ബോണറ്റിൽ നിന്നാണ് തീ പടർന്നത്. അതിരപ്പള്ളി അമ്പലപ്പാറയിൽ വീണ്ടും കാട്ടാന. കപാലി ഇറങ്ങി വാഹനങ്ങൾ തടഞ്ഞു. കാട്ടാന റോഡിൽ നിലയുറപ്പിച്ചതോടെ മലക്കപ്പാറ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് 2.5 മണിക്കൂറോളം അടച്ചിട്ടു. പൂങ്ങുന്ന കുട്ടൻകുളങ്ങര പ്ലാക്കാട്ടുപറമ്പിൽ ലൈനിൽ വീടിന്റെ മതിൽ കുളത്തിലേക്ക് ഇടിഞ്ഞു വീണു. 2 മാസം മുൻപ് താമസം തുടങ്ങിയ പുതിയ വീട് അപകടാവസ്ഥയിൽ. കുട്ടന്തല്ലൂരിൽ ബ്രൌൺ ഷുഗറുമായി യുവാവ് പോലീസ് പിടിയിലായി. അസം സ്വദേശി ജഹറുളാണ് അറസ്റ്റിലായത്. വിശദമായ വാർത്തയിലേക്ക്. കൈക്കൂലി വാങ്ങുന്നതിനിടെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VM ആന്റണി വിജിലൻസിന്റെ പിടിയിലായി. കരാറുകാരനിൽ നിന്ന് 6000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് എഞ്ചിനീയർ പിടിയിലായത്. അളഗപ്പ നഗർ പഞ്ചായത്തിലെ കാന നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് കരാറുകാരനിൽ നിന്ന് ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയത്. ഓഫീസിനകത്ത് വെച്ച് പണം കൈപ്പറ്റിയ ശേഷം കാറിൽ വെക്കാൻ പോകുമ്പോഴായിരുന്നു ഉദ്യോഗസ്ഥനെ വിജിലൻസ് പിടികൂടിയത്. വിജിലൻസ് DVSP KC സേതുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഉദ്യോഗസ്ഥനെ പിടികൂടിയത്. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ പാലക്കൽ ഭാഗത്തെ നിർമ്മാണം പ്രവർത്തനം പൂർത്തിയാക്കി. ചൊവ്വാഴ്ച റോഡ് തുറന്നുകൊടുക്കുമെന്ന മന്ത്രിയുടെ ഉറപ്പ് പാഴ്വാക്കായി. ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ് ജനങ്ങൾ. പാലക്കൽ സെന്റർ മുതൽ മാർക്കറ്റ് വരെയുള്ള റോഡ് കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കി പൂർണ്ണമായി ജൂൺ 2 തുറന്നുകൊടുക്കുമെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉറപ്പു നൽകിയിരുന്നത്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ റോഡ് തുറന്നുകൊടുക്കാനായിട്ടില്ല. 2 ആഴ്ചയിലേറെയായി തുടരുന്ന രീതിയിലാണ് ഇപ്പോഴും ഗതാഗതം. പൂർണ്ണമായി അടച്ചിരിക്കുന്ന അമ്മാടം കോടന്നൂർ റോഡ് തുറന്ന് ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണയില്ലാതെയാണ് മന്ത്രി ഉറപ്പു നൽകിയതെന്ന് ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. കൃത്യമായ പഠനം നടത്താതെയും അശാസ്ത്രീയമായ രീതിയിലുമാണ് KSTP പണികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ജംഗ്ഷനിൽ 2 ഹൈവേ കൂടെയും പോകുന്നതിനേക്കാൾ കൂടുതൽ വാഹനങ്ങളാണ് ഈ മാർക്കറ്റ് ജംഗ്ഷനിലൂടെ പോകുന്നത്. ആലപ്പാട് ഭാഗത്ത് നിന്ന് വരുന്ന ഒരു വാഹനം ഒല്ലൂർ സൈഡിലേക്ക് അടക്കുന്നി റോഡിലേക്ക് തിരിയാൻ നിന്ന് കഴിഞ്ഞാൽ ആ റോഡ് മുഴുവനും ബ്ലോക്കാവും. വാഹനത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലൂടെ വണ്ടികൾക്ക് പോകാവുന്ന ഒരു പാത ഒരുക്കിയാൽ മാത്രമേ നമുക്ക് ഈ വലിയ പാതയുടെ ഗുണം ജനങ്ങൾക്ക് കിട്ടുള്ളൂ. ജംഗ്ഷൻ കുപ്പിക്കഴുത്ത് എന്നുള്ളത് മാറണം. മാത്രമല്ല ആ കാനയുടെ അവസ്ഥ ഇപ്പോൾ കാന ഒരു 4 വളവോട് കൂടിയിട്ട്, അത് L ഷേപ്പ് വളവോട് കൂടിയിട്ടാണ് കാന പോകുന്നത്. അവിടെ എപ്പോഴും വെള്ളം പോകുന്ന സമയത്ത് ഇതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറയും, മറ്റു മാലിന്യങ്ങൾ അവിടെ തടഞ്ഞിരിക്കും, വെള്ളം ബ്ലോക്കാവും. ജംഗ്ഷൻ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വ്യാപാര സ്ഥാപനത്തിലേക്ക് വെള്ളം കയറുന്ന ശരിക്കും അത്രയും വെള്ളക്കെട്ടാണ് പാലക്കൽ മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ നിന്ന് അമ്മാടം കോടന്നൂർ ഭാഗത്തേക്കും ഒല്ലൂർ ആനക്കല്ല് ഭാഗത്തേക്കും പോകുന്ന വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്ന സ്ഥലത്താണ് ഗതാഗതക്കുരുക്ക് പതിവാകുന്നത്. വലിയ വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നതിനാവശ്യമായ റോഡ് വീതി കൂട്ടുന്നതിന് തടസ്സമായി നിൽക്കുന്ന മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും നീക്കം ചെയ്യാതെ കരാറിൽ പറഞ്ഞിരിക്കുന്ന 8 മീറ്റർ ഭാഗത്ത് മാത്രമാണ് കോൺക്രീറ്റിംഗ് പണി നടക്കുന്നത്. റോഡ് പണി ആരംഭിച്ചതു മുതൽ അശാസ്ത്രീയമായ നിർമ്മാണ രീതികളും കാലതാമസവും നിരവധി അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പ്രദേശത്തെ വ്യാപാരികൾക്കുണ്ടായ ദുരിതങ്ങളും ഏറെയാണ്. കരാറിൽ പറയുന്ന രീതിയിൽ റോഡ് പണി പൂർത്തിയാക്കണമെങ്കിൽ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. TCV ന്യൂസ്, ചേർപ്പ്. യാത്രക്കാർക്ക് തീരാ ദുരിതം സമ്മാനിച്ച് തൃശൂർ കൈപ്പറമ്പ് തലക്കൂട്ടുകര റോഡ്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലെ കുഴികൾ മഴ ശക്തമായതോടെ അപകടക്കെണിയായി മാറി. മഴയാണ്, യാത്രകൾ ദുരിതവും. അപ്പോൾ റോഡിൻ്റെ അവസ്ഥ കൂടി മോശമായാലോ? പരമകഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ. അതെ, അത്തരത്തിലൊരു റോഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡിൽ. നായ, ആടടക്കമുള്ള നായ്ക്കാലികൾക്ക് പോലും രക്ഷയില്ല, പിന്നെയല്ലേ ഇരുകാലി മനുഷ്യർക്ക്. കൈപ്പറമ്പ്, വേലൂർ, ചൂണ്ടൽ എന്നീ 3 പഞ്ചായത്തുകളുടെ ഭാഗമായ 3 കിലോമീറ്റർ ദൂരമുള്ള റോഡാണിത്. ടാറിങ് ഇളകി പൊട്ടിപ്പൊളിഞ്ഞ റോഡ് മഴയിൽ ചെളിക്കുണ്ടായി മാറി.
വൻ കുഴികളിലെ വെള്ളക്കെട്ട് ഇരുചക്ര വാഹന യാത്രികർക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. റോഡാ ഇതിലെങ്ങനെ വണ്ടി കൊണ്ട് പോവുക? എളുപ്പമല്ല ഇവിടെ നിന്ന് കടന്നു കിട്ടാൻ കൈപ്പറമ്പ് വരെ. അല്ല പിന്നെ കേച്ചേരി പോയിട്ട് വരണേ. ഭയങ്കര ദയനീയമാണ്. ഞങ്ങൾ ഡെയിലി ഇതിന് തന്നെയാണ് പോവാറ്. ഇവിടെ എത്തുമ്പോ പേടിയാണ് സത്യത്തില്. കുണ്ടിൽ വീഴോ വലുതും പറ്റുമോന്ന്. കുറെ നാളായി ഇപ്പൊ ഇങ്ങനെ എടുക്കാൻ തുടങ്ങിയിട്ട്. മറ്റു വണ്ടികളൊക്കെ ഓപ്പോസിറ്റ് വരുമ്പോ നമ്മള് വെയിറ്റ് ചെയ്തിട്ടേ പോവാറുള്ളൂ. പലപ്പോഴും കുണ്ടിൽ ചാടിയിട്ടുണ്ട്, വീഴാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചേ പോവുള്ളൂ. പക്ഷെ ആദ്യമായിട്ടൊക്കെ വരുന്നവരൊക്കെയാണ്, പ്രത്യേകിച്ച് നൈറ്റ് ഇവിടെ ലൈറ്റും ഒക്കെ. കുറെ ആൾക്കാർ കെട്ടി പറഞ്ഞു വീണിട്ടുണ്ട്. കാര്യമായിട്ട് അപകടങ്ങളൊന്നും പറ്റിയിട്ടില്ല, എന്ന് മാത്രം. ഒക്കെ പൊളിഞ്ഞു കിടക്ക് കംപ്ലീറ്റ്. ആരൊന്നും പറയാനില്ലോ. ഇതിന് മുന്നേ ഇലക്ഷന് മുന്നേ ഒക്കെ കോരുമടി ഇട്ട് പോയതാ, ഒക്കെ പോയി വണ്ടി കയറി ഇറങ്ങിയിട്ട്. ഈ റോഡൊക്കെ ഈ നിലയ്ക്ക് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ യാത്രയൊക്കെ എന്ത് ചെയ്യാനാ? വണ്ടികളൊന്നും ഈ വഴിക്ക് ഓടാൻ പറ്റാത്ത അവസ്ഥ കിടക്കണേ. ഒരു വഴിക്ക് യാത്ര ചെയ്യാനുള്ള നല്ലൊരു സൗകര്യമുള്ള റോഡാണ്. അത് നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രയോജനമാവും. സംഭവം മോശമാണ്. ആൾക്കാർക്ക് പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ആ കുഴിയൊക്കെ ആയിട്ട് കിടക്കല്ലേ, അതുകൊണ്ട് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇത്രയും പെട്ടെന്ന് ഇത് നേരെയാക്കിയെങ്കിൽ ആൾക്കാർക്കൊക്കെ വേഗം കടക്കാൻ പറ്റുള്ളൂ. പലർക്കും ഈ വഴിയുള്ള യാത്ര സമ്മാനിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളും. കാലങ്ങൾ കുറേയായി ഇതൊക്കെ ദുരിതം. വണ്ടിയുടെ പണികള് അടിക്കടി വണ്ടിക്ക് പണിയാണ്. ഈ കുഴിയിൽ ചാടിയിട്ടും എൻ്റെ വൈഫിനെ കൊണ്ട് ഞാൻ പോകുന്ന വഴിക്ക് ഈ പറഞ്ഞ മാതിരി നടുവേദനയാണ്. ആൾക്ക് ദിവസവും നടുവേദനയാണ്. ഈ റോഡൊന്നും നേരെയാക്കി കിട്ടിക്കഴിഞ്ഞാൽ വലിയ സൗകര്യം. ഞങ്ങളുടെ ഈ അസുഖങ്ങളൊക്കെ പകുതി മാറി കിട്ടും. 2 പഞ്ചായത്തുകാർക്കും സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ വഴി നടക്കാത്തതെന്നാണ് എല്ലാവരും ഒരു പൊതുവെ ഒരു അഭിപ്രായം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ കാരണം വലയുന്ന യാത്രക്കാർ ഇപ്പോൾ ഏറെ ആശ്രയിക്കുന്ന ബദൽ മാർഗം കൂടിയായ ഈ റോഡ് ഇത്തരത്തിലായത് രോഗികളടക്കമുള്ളവർക്ക് ഇരട്ടി ദുരിതമാവുകയാണ്. ഈ റോഡിൽ കൂടിയുള്ള യാത്ര വളരെ പരിതാപകമാണ്. ഏകദേശം ഞാൻ ഈ റോഡിൽ കൂടി തന്നെ യാത്ര ചെയ്യണമെങ്കിൽ 1 വർഷം. എന്നെപ്പോലത്തെ രോഗികൾക്കൊക്കെ ഈ റോഡിൽ കൂടി പോകുകയാണെങ്കിൽ വലിയ പ്രയാസം. വേദന അനുഭവിക്കാതെ പോകാൻ കഴിയില്ല. കേച്ചേരി ഭാഗത്തുള്ള റോഡ് മോശമായതുകൊണ്ടാണ് ഈ റോഡിൽ കൂടി വരുന്നത്. ഇതിലൊന്നൊക്കെ പോകുന്നതിനെക്കാട്ടും ഇപ്പം ഈ ഓരോ കുണ്ട് ചാടുമ്പോഴും വേദനയാണ്. ആ വേദന ഒന്ന് മാറിക്കിട്ടണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് യാത്ര ചെയ്യുന്നത്. കുണ്ടിലും കുഴിയിലും ചാടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ജീവിതം തന്നെ വഴിമുട്ടിക്കുന്നു. ആകെ സീന. കാരണം പറഞ്ഞാൽ വണ്ടി കംപ്ലൈന്റ് ആവുക ചെയ്യണത്. ഇത് ഓടിയിട്ട് ജീവിക്കേണ്ട നമുക്ക്. ആൾക്കാർ നോക്കണമില്ല, ഒന്നുമില്ല. നമ്മൾ ആകെപ്പെട്ട് ഓട്ടം കുറവാണ്, ഓൾറെഡി കുറവാണ്. അതിന്റെ മേലെ ഇപ്പം ഇതും അവസ്ഥ പറ്റാൻ മോശമാണ്. കാരണം ഈ റോഡിൽ കൂടെ വണ്ടി പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വളഞ്ഞ് തിരിഞ്ഞു വരണം. അതുകൊണ്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവൻ കിട്ടിയല്ല വെച്ചിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ വണ്ടി കഴിഞ്ഞ ദിവസം കൂടെ കാറായിട്ട് പോയിട്ട് എൻ്റെ വീലൊക്കെ അലമെന്റ് തെറ്റി രണ്ടാമത് ചെയ്യേണ്ടി വന്നു. അങ്ങനത്തെ അവസ്ഥ. ആകെ വെള്ളം നിറയുന്നതിന്റെ കുണ്ടുകുഴിയൊന്നും കാണുന്നില്ല. വണ്ടി വെള്ളം ചാടി കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ 100 രൂപ കിട്ടിക്കഴിഞ്ഞ് 250 രൂപ ചെലവാക്കേണ്ട അവസ്ഥയപ്പോൾ ഇത് എന്താ ചെയ്യുക? ജീവിക്കണ്ടേ? വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ഈ പ്രധാന പാത നന്നാക്കി കിട്ടണമെന്ന ആവശ്യത്തിന് പഴക്കമേറുകയാണ്. അപ്പോഴും മഴയും മറ്റ് മുട്ടാപ്പോക്ക് ന്യായങ്ങളും പറഞ്ഞ് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ വിമുഖത കാണിക്കുകയാണ് അധികൃതർ. അതിന് ഇനിയെങ്കിലും മാറ്റമുണ്ടാകണം. കാൽനട യാത്രക്കാർക്ക് ഇങ്ങനെ ചാടിക്കടക്കുമെങ്കിലും ചെയ്യാം. വാഹനയാത്രികർക്ക് അത് പറ്റില്ലല്ലോ. ദൃശ്യങ്ങൾ പകർത്തിയ ഈ റോഡിനെ യാത്രകൾക്ക് ഏറെ ആശ്രയിക്കുന്ന നാട്ടുകാരൻ കൂടിയായ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ. ഗുരുവായൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. ഗുരുവായൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുകയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. മമ്മിയൂർ ക്ഷേത്രത്തിന് സമീപം രാവിലെ 11 മണിയോടെയാണ് സംഭവം. ഡിപ്പോയിൽ നിന്ന് ബസ് പുറപ്പെട്ടയുടൻ മുൻവശത്ത് നിന്ന് പുക ഉയർന്നിരുന്നു. മമ്മിയൂർ ക്ഷേത്രത്തിന് സമീപം എത്തിയോടെ തീ ആളിക്കത്തി. എതിരെ വന്ന വാഹനയാത്രക്കാർ ബഹളം വെച്ചതോടെ ബസ് നിർത്തി ഫയർഫോഴ്സ് എത്തുന്നതിന് മുൻപേ സമീപത്തെ കടകളിൽ നിന്ന് അഗ്നിശമന ഉപകരണങ്ങൾ കൊണ്ടുവന്ന് തീയണച്ചു. ബോണറ്റിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. സെൽഫ് മോട്ടോറും വയറുകളും കത്തിനശിച്ചു. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ഡിപ്പോയിലെ ബസ് ബ്രേക്ക് നഷ്ടപ്പെട്ട് ക്ഷേത്രത്തിന്റെ സുരക്ഷാ ഗേറ്റ് തകർത്തിരുന്നു. അതിരപ്പള്ളി അമ്പലപ്പാറയിൽ വീണ്ടും കാട്ടാന കബാലി ഇറങ്ങി വാഹനങ്ങൾ തടഞ്ഞു. ഇന്ന് രാവിലെ 2.5 മണിക്കൂർ നേരമാണ് കാട്ടാന റോഡിൽ നിന്നത്. റോഡിന്റെ ഇരുഭാഗത്തുമായി നിരവധി വാഹനങ്ങൾ കുരുങ്ങിക്കിടന്നു. വാഹനങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ ആന കാട് കയറി പോകുന്നതുവരെ മലക്കപ്പാറ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് അടച്ചിട്ടു. കഴിഞ്ഞ ഒരാഴ്ചയായി കബാലി ഷോളയാർ ഭാഗത്ത് റോഡിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. സ്ഥിരമായി റോഡിൽ ആന തടസ്സമുണ്ടാക്കുന്നത് മൂലം സ്വകാര്യ ബസ്സുകളുടെ യാത്രയ്ക്ക് വലിയ തടസ്സമാണ് നേരിടുന്നത്. തൃശൂർ കോർപ്പറേഷൻ കുട്ടൻകുളങ്ങര ഡിവിഷനിലെ പൂങ്കുന്നം പ്ലാക്കാട്ട് പറമ്പിൽ ലൈനിൽ വീടിന്റെ മതിൽ കുളത്തിലേക്ക് ഇടിഞ്ഞു വീണു. പുതിയതായി നിർമ്മിച്ച താമസം തുടങ്ങിയ വീട് അപകട ഭീഷണിയിൽ. തോപ്പുപറമ്പിൽ സെൽവനും കുടുംബവും 2 മാസം മുൻപ് താമസം തുടങ്ങിയ വീടാണ് ഏത് നിമിഷവും കുളത്തിലേക്ക് ഇടിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലായിരിക്കുന്നത്.
സമീപത്തെ വൈദ്യുത പോസ്റ്റുകളും മറിഞ്ഞു വീഴാറായ നിലയിലാണ്. അപ്പോൾ ഞാൻ ചായക്കടയിലേക്ക് എന്തെങ്കിലും മേടിക്കാൻ പോയതാണ്. മേടിക്കാൻ പോയപ്പോൾ അവിടെ മേടിക്കാൻ നിൽക്കുന്ന സമയത്താണ് എന്നെ ഇവിടെയുള്ളവർ വിളിച്ച് പറഞ്ഞ് വീട് തൻ്റെ മതിലിടിഞ്ഞു, വീട് ഇപ്പോൾ വീഴാറായിട്ട് നിൽക്കണ, വേഗം വരാൻ പറഞ്ഞു. ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയാണ്, ആകെ ഇടിഞ്ഞ് വീടിൻ്റെ തറ അങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കടം മേടിച്ചിട്ടൊക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ആകെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കണേ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ അത് ചെയ്യണത് വീട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തോ കരിങ്കല്ല് വന്നിട്ട് അങ്ങനെ കെട്ടി ഒന്ന് ഇപ്പോഴത്തെ തൽക്കാലം എന്താ ചെയ്യേണ്ട അവിടെ ചെയ്യണം. ഇവിടെയുള്ള നാട്ടുകാരെ കുറച്ച് ആൾക്കാരെ കൂടിയിട്ട്. സീതാറാം മില്ലിന്റെ ഉടമസ്ഥതയിലുള്ള ഈ കുളത്തിന് 20 സെന്റോളം വിസ്തൃതിയുണ്ട്. 60 വർഷത്തോളം പഴക്കമുള്ള കരിങ്കൽ പാർശ്വഭിത്തി 2009 കോർപ്പറേഷൻ ഭാഗികമായി നവീകരിച്ചിരുന്നു. 2009 ഇതിൻ്റെ കുറച്ച് ഭാഗം കോർപ്പറേഷൻ ഇടപെട്ട് നവീകരിക്കുകയുണ്ടായി. ഇപ്പോൾ നവീകരിക്കാത്ത ഭാഗമാണ് ഇതിലേക്ക് ഇടിഞ്ഞു വീണിട്ടുള്ളത്. നമുക്കറിയാം, ഇടിഞ്ഞു വീണതോടനുബന്ധിച്ച് കോർപ്പറേഷൻ റോഡ് ഉൾപ്പെടെ കോർപ്പറേഷൻ ഇലക്ട്രിക് പോസ്റ്റ് ഉൾപ്പെടെ അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് ഒരു വീട് 2 മാസം മുമ്പ് പൂർത്തീകരിച്ച ഒരു വീട് ഉൾപ്പെടെ കുളത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. വളരെ അതിഭീകരമായ അന്തരീക്ഷമാണ്. ഞാൻ മേയർ ഉൾപ്പെടെ അതുപോലെ തന്നെ കളക്ടർ ഉൾപ്പെടെയുള്ള മന്ത്രി ഉൾപ്പെടെ എല്ലാവരെയും വിവരം അറിയിച്ചിട്ടുണ്ട്. മതിലിടിഞ്ഞതിനെ തുടർന്ന് പൈപ്പുകൾ പൊട്ടി വെള്ളം കുളത്തിലേക്ക് ഒഴുകുന്ന സ്ഥിതിയിലാണ്. കുളത്തിന്റെ ആഴവും നിറയെ വെള്ളമുള്ള അവസ്ഥയും മൂലം ഇടിഞ്ഞ മതിൽ പുനർനിർമ്മിക്കാനുള്ള ശ്രമം ഏറെ പ്രയാസകരമായിരിക്കുകയാണ്. കോർപ്പറേഷന്റെ അനുമതിയോടെ പുതിയതായി നിർമ്മിച്ച വീടാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. കുളം സീതാറാം മില്ലിന്റെ ഉടമസ്ഥതയിലായതിനാൽ പുനർനിർമ്മാണത്തിന് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്നും ജില്ലാ കളക്ടറെയും സർക്കാരിനെയും അറിയിച്ച് സർക്കാർ നിർദ്ദേശമനുസരിച്ച് അടിയന്തര നടപടികൾ കൈക്കൊള്ളുമെന്നും സ്ഥലം സന്ദർശിച്ച മേയർ MK വർഗീസ് പറഞ്ഞു. നമുക്കിതുമേ 2 തരത്തിലാണ് പ്രവർത്തിക്കാൻ പറ്റുക. ഒന്ന്, ഈ പറഞ്ഞ പോലെ തന്നെ സീതാറാം നമ്മൾ ഒന്നില്ലെങ്കിൽ കുളം നമ്മളെ ഏൽപ്പിക്കണം, എങ്കിലാണ് നമുക്കിതുമേ എന്തെങ്കിലും ചെയ്യാൻ ഒരു വ്യവസ്ഥ വരുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം നമുക്ക് പറയുന്നത്, ഇപ്പോൾ അവരെ ഇവിടെയുള്ള വീട്ടുകാരോടൊക്കെ പറയണം, ഒരുമിച്ച് നിർത്തിക്കൊണ്ട് സർക്കാരിലേക്ക് അടിയന്തരമായി ഇത് ഉത്തരവാദിത്തത്തോടു കൂടി എല്ലാവരും കൂടി സംയുക്തമായി തീരുമാനമെടുത്തുകൊണ്ട് കടലാസ് അയപ്പിക്കാം, കളക്ടർക്ക് കത്ത് കൊടുക്കാം. ഞങ്ങളും കൊടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇതിനകത്ത് ഇതുപോലെ തന്നെ ഒരു അവസ്ഥയിൽ ശോചനീയം, വളരെ ഇനി അടുത്തൊരു മഴ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. വളരെ അടിയന്തരമായി ഇടപെടണം എന്നുള്ളതും അതുപോലെ തന്നെ ഞങ്ങളെ ചുമതലപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ തന്നെ ആ പ്രവൃത്തി നടത്താനും ഞങ്ങൾ തയ്യാറാണ്. കാരണം ഇതിൻ്റെ സൈഡ് കെട്ടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മുടെ അധീനയിൽപ്പെട്ട ഒരു സംരംഭമല്ല അത്. ഒന്നില്ലെങ്കിൽ അവർ നമ്മളത് സ്ഥലം ഏൽപ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവും. അതേ സർക്കാരുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കത് പണിത് കൊടുക്കാൻ പറഞ്ഞൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ പ്രവൃത്തി ഉടൻ തന്നെ ചെയ്യിപ്പിക്കും. TCV ന്യൂസ്, തൃശ്ശൂർ. വരന്തരപ്പള്ളി വടക്കുമുറിയിൽ റോഡും തോടിന്റെ വശവും ഇടിഞ്ഞു. വേലുപാടം മഠം റോഡിലെ പാലാമ്പ്ര തോടിന് ചേർന്നാണ് റോഡ് ഇടിഞ്ഞത്. തോടിന്റെ കരിങ്കൽ സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞ നിലയിലാണ്. 1 വർഷം മുൻപ് ഇതേ സ്ഥലത്ത് റോഡ് ഇടിഞ്ഞിരുന്നു. പുനർനിർമ്മിച്ച ഭാഗം വീണ്ടും ഇടിഞ്ഞത് നിർമ്മാണത്തിലെ അപാകതയാണെന്നാണ് ആക്ഷേപം. റോഡ് ഇടിഞ്ഞതോടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയായി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ റോഡ് ആശ്രയിക്കുന്നത്. എത്രയും വേഗം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് PDP പുതുക്കാട് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. നേതാക്കളായ ഷിഹാബ് പെരുവാങ്കുഴിയിൽ, അബു ഹാജി, നാസർ പള്ളിക്കല്ലത്ത്, നിസാം മൈതാനം എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. കുട്ടനല്ലൂരിൽ ബ്രൌൺ ഷുഗറുമായി യുവാവിനെ ഒല്ലൂർ പോലീസും കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. അസം സ്വദേശി ജഹറുളാണ് അറസ്റ്റിലായത്. വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന 1.49 ഗ്രാം ബ്രൌൺ ഷുഗർ പ്രതിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. 23 ചെപ്പുകളിലാക്കിയാണ് മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് എത്തിച്ചിരുന്നത്. അതിഥി തൊഴിലാളികൾക്ക് വിതരണം ചെയ്യാനായാണ് ബ്രൌൺ ഷുഗർ എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഒല്ലൂർ പ്രിൻസിപ്പൽ SI KC ബൈജു, സീനിയർ CPO ജയൻ, CPO വിനീത, ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങൾ മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിനുണ്ടായിരുന്നു. ചെറുതുരുത്തി വെട്ടിക്കാട്ടേരിയിൽ സ്വകാര്യ ബസ് ലോറിയും കൂട്ടിയിടിച്ച് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ വെട്ടിക്കാട്ടേരി ജുമാ മസ്ജിദിന് സമീപമായിരുന്നു അപകടം. ഷൊർണൂർ ഭാഗത്തേക്ക് പോയിരുന്ന ടോറസ് ലോറി പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് പിന്നിൽ എറണാകുളത്ത് നിന്ന് വന്ന നാഷണൽ പെർമിറ്റ് ലോറിയും ഇതിനു പുറകിലായി തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സും ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുന്നിലിരുന്ന യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. അപകടത്തിൽ ബസിന്റെ മുൻഭാഗവും നാഷണൽ പെർമിറ്റ് ലോറിയുടെ മുൻഭാഗവും തകർന്നു. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ടാറ്റ ജംഗ്ഷനിൽ നിർത്തിയ ബസ് ആളിറക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. അപ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്ത് ഒരു 5-6 ടിപ്പർ വണ്ടി ഫ്രണ്ടിൽ വന്നു. അപ്പോൾ അവർ ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി കയറുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് നിർത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിൽ കൊണ്ട് നിർത്തിയപ്പോൾ ടിപ്പറിൽ തൊട്ടടുത്ത് നിർത്തി. ബാക്കിൽ വന്ന ബസ് കുറച്ച് സ്പീഡിലാണ് തോന്നുന്നത്, അത് അടിച്ചു കയറി. അങ്ങനെ ലോറിൻ്റെ ബാക്കിൽ നമ്മൾ ജാമായി പോയി.
ദേശീയപാത മണത്തലയിൽ ഓടിക്കൊണ്ടിരുന്ന മിനി ടെമ്പോ ടയർ പൊട്ടിത്തെറിച്ച് നിയന്ത്രണം വിട്ട് മറിഞ്ഞു. പൊന്നാനി ഭാഗത്തു നിന്നും പെരുമ്പാവൂരിലേക്ക് കശുവണ്ടി തോട് കയറ്റി പോവുകയായിരുന്ന മിനി ടെമ്പോയാണ് മണത്തല മസ്ജിദിന് സമീപം ദേശീയപാതയിൽ മറിഞ്ഞത്. ചാവക്കാട് പോലീസ് എത്തി വാഹനം ക്രെയിൻ ഉപയോഗിച്ച് റോഡിൽ നിന്നും നീക്കി. പരിക്കേറ്റ പെരുമ്പാവൂർ സ്വദേശികളായ വേണാട്ട് അബ്ദുറഹിമാൻ, വാത്തയിൽ നാസർ എന്നിവരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വരവൂർ തളിയിൽ നിർമ്മാണ ആവശ്യത്തിനായി ഇറക്കിയിരുന്ന ഇരുമ്പ് സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. തളി കുന്നത്തുളി പീടികയിൽ അബ്ദുൾ റഹ്മാനെയാണ് SI U മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ജൂൺ 20-നാണ് മോഷണം നടന്നത്. സ്വകാര്യ കമ്പനിയുടെ നിർമ്മാണത്തിനായി ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് സാധനങ്ങളും നിർമ്മാണ സാമഗ്രികളുമാണ് മോഷ്ടിച്ചത്. ഗോഡൌണിന്റെ വാതിലിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയാണ് മോഷണം നടത്തിയത്. പ്രതി സാധനങ്ങൾ വിറ്റ ചാലിശ്ശേരിയിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും തൊണ്ടി മുതൽ പോലീസ് കണ്ടെടുത്തു. തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പോലീസ് ഓഫീസർമാരായ ജസ്റ്റിൻ, അജയ് പനക്കൽ, K സഗുൺ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഇരിങ്ങാലക്കുട 3 പീടിക റോഡിൽ KS പാർക്കിന് സമീപം ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും 3 പീടിക ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഓട്ടോറിക്ഷയും എതിരെ വന്നിരുന്ന സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് അപകടം. അപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനായ മൂർക്കനാട് സ്വദേശി കുറ്റിശ്ശേരി വീട്ടിൽ ശ്രീനിവാസൻ, ഓട്ടോ ഡ്രൈവർ എടത്തിരിഞ്ഞി സ്വദേശി മാടത്തിങ്കൽ ഹരികുമാർ എന്നിവരെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതര പരിക്കേറ്റ ശ്രീനിവാസനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽ 2 വാഹനങ്ങളും ഭാഗികമായി തകർന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി ഇത്രയും വലിയ അഴിമതി നടത്തിയിട്ട് അതിനെതിരെ പ്രതികരിക്കാത്ത കൊച്ചിൻ ദേവസ്വം നടപടി അങ്ങേയറ്റം ദുരൂഹമാണെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഹിന്ദു ഐക്യവേദി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ക്ഷേത്രങ്ങളിൽ വേണ്ടത് മതപാഠശാലകളും ക്ഷേത്രധർമ്മത്തെക്കുറിച്ച് അറിയാനുള്ള കേന്ദ്രങ്ങളുമാണ്, അല്ലാതെ പൊതുവായ ഇടങ്ങളല്ല. വടക്കുന്നാഥ ക്ഷേത്രഭൂമിയിലെ വിദ്യാർത്ഥി കോർണറിൽ നിർമ്മിക്കാൻ പോകുന്ന ലൈബ്രറി നിർമ്മാണം ഒരു തരത്തിലും അനുവദിക്കാൻ സാധിക്കാത്തതും ക്ഷേത്രവിശുദ്ധിക്ക് ചേർന്നതല്ലെന്നും KP ശശികല പറഞ്ഞു. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് V മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി P സുധാകരൻ, ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി, അഖില ഭാരത അയ്യപ്പ സമാജം ട്രസ്റ്റി VK വിശ്വനാഥൻ, ക്ഷേത്ര സംരക്ഷണ സമിതി മേഖലാ സെക്രട്ടറി PR ഉണ്ണി എന്നിവർ സംസാരിച്ചു. സുനാമിയെ പോലും തടഞ്ഞു നിർത്തിയ പാരമ്പര്യമുള്ള കണ്ടൽക്കാടുകൾ വേരറ്റു പോകലിന്റെ ഭീഷണി നേരിടുകയാണ്. ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിൽ വലിയ പങ്ക് വഹിക്കുന്ന കണ്ടൽ ചെടികൾ നാശത്തിന്റെ വക്കിലാണിപ്പോൾ. സ്വാഭാവിക കണ്ടൽക്കാടുകളാൽ സമ്പന്നമായ കൊടുങ്ങല്ലൂരിൽ പുല്ലൂറ്റ്, ആനാപ്പുഴ തുടങ്ങിയ പുഴയോര പ്രദേശങ്ങളിലാണ് കണ്ടൽക്കാടുകൾ സമൃദ്ധമായി വളരുന്നത്. ഉൾനാടൻ വിനോദസഞ്ചാര പദ്ധതികൾക്ക് സാധ്യതയുള്ള കണ്ടൽക്കാടുകൾ നിറഞ്ഞ പ്രദേശങ്ങൾ മേഖലയിലുണ്ടെങ്കിലും അവ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ യാതൊരു നടപടികളുമായിട്ടില്ല. കണ്ടൽക്കാടുകൾ എന്ന് പറയുമ്പോൾ കാടിൻ്റെ വനത്തിൻ്റെതായ എല്ലാ സവിശേഷതകളും കണ്ടൽക്കാടുകളിലും ഉൾപ്പെടുന്നുണ്ട്. അപ്പം ഇതിനുള്ളിൽ സാധാരണ വനത്തിനുള്ളിൽ കാണുന്ന പോലെ തന്നെ പലതരം ജീവിവർഗത്തിൽപ്പെട്ടവ ജീവിക്കുന്നുണ്ട്. ഉപ്പുകലർന്ന ചതുപ്പ് പ്രദേശങ്ങളിലാണ് കണ്ടൽ ചെടികൾ ധാരാളം ഉള്ളത്. നമ്മൾ മറ്റുള്ള ആവാസ വ്യവസ്ഥകളെ പറ്റി പറയുന്നത് പോലെ അല്ലെങ്കിൽ അവയെപ്പറ്റി പഠനം നടത്തിയതുപോലെ കണ്ടൽക്കാടുകളെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത് നമ്മൾ പരിഗണിച്ചിട്ടുണ്ടോ എന്നുള്ളത് വലിയ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. സാധാരണ കാടുകളെ പോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നവയാണിവ. ജലജീവികളുടെ പ്രചരണത്തിലും അവയുടെ വളർച്ചയിലും കണ്ടൽ കാടുകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. പലയിടങ്ങളിലും ഇവയുടെ വളർച്ച സ്വകാര്യ ഭൂമിയിലാണെന്നതിനാൽ ഇവയുടെ സംരക്ഷണം നടപ്പിലാക്കുന്നതിൽ തടസ്സം നേരിടുന്നുണ്ട്. പൊതുയിടങ്ങളിലുള്ള കണ്ടൽക്കാടുകൾ നിലനിർത്താനും വളർത്താനും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും അത് ഫലപ്രാപ്തിയിൽ എത്തുന്നില്ലെന്നതാണ് വാസ്തവം. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പുത്തൂർ പഴവള്ളം ട്രൈബൽ പ്രദേശത്ത് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ സരിത രവീന്ദ്രന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. നാട്ടുകാരുടെ പരാതി സ്വീകരിച്ച സബ് ജഡ്ജി പുത്തൂർ പഞ്ചായത്ത് സെക്രട്ടറിയെയും KCB എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചുവരുത്തി കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു. കഴിഞ്ഞ വർഷം കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി പഞ്ചായത്ത് പദ്ധതി രൂപീകരിക്കുകയും ആയതിന് തുക വകയിരുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ടെൻഡർ ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല. ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ സംയോജിത
സമയോചിതമായ ഇടപെടൽ മൂലമാണ് ദീർഘകാലമായി മുടങ്ങിക്കിടന്ന കുടിവെള്ള പദ്ധതി 2,55,000 രൂപ ചിലവഴിച്ച് ഇവിടെ യാഥാർത്ഥ്യമാക്കിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് തൃശൂർ സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് എക്സിക്യൂട്ടീവ് അംഗം MG പുഷ്പാങ്കദൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK സതീശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PS സജീവൻ, ജില്ലാ ട്രഷറർ K കൃഷ്ണകുമാർ, PS ഉണ്ണികൃഷ്ണൻ, രാധാകൃഷ്ണൻ, KS നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കടപ്പുറം പഞ്ചായത്തിലെ കടലാക്രമണം തടയാൻ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രീയമായ പഠനം നടത്തി കടലോരം സംരക്ഷിക്കണമെന്നും ടെട്രാപാഡ് പോലുള്ള ആധുനിക സംവിധാന രീതി കടപ്പുറം പഞ്ചായത്തിൽ കൊണ്ടുവരണമെന്നും TV ചന്ദ്രമോഹൻ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ അധ്യക്ഷത വഹിച്ചു. മാർച്ചിൽ DCC സെക്രട്ടറി KD വീരമണി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഈ പ്രദേശത്ത് പ്രത്യേകിച്ചും കടലോര പ്രദേശത്ത് ജീവിക്കും. അന്തിക്കാട് കല്ലിട വഴിയിലെ വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിനരികിലൂടെയായിരുന്നു വെള്ളം ഒഴുകിപ്പോയിരുന്നത്. ഇത് തടയുകയും അവർ കോടതിയെ സമീപിക്കുകയും ചെയ്തതോടെയാണ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായത്. കഴിഞ്ഞ ദിവസം 2 സ്കൂൾ വിദ്യാർത്ഥികൾ റോഡിലെ വെള്ളക്കെട്ടിൽ വീണ് പരിക്കേറ്റ സംഭവം TCB റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രശ്നം പരിഹരിക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ നിരന്തര ശ്രമങ്ങൾക്കൊടുവിലാണ് റോഡ് ഉയർത്തി വെള്ളക്കെട്ട് ഒഴിവാക്കാൻ താൽക്കാലിക പരിഹാരമുണ്ടായത്. വെള്ളക്കെട്ട് ശാശ്വതമായി ഒഴിവാക്കുന്നതിന് വേനൽക്കാലത്ത് ആവശ്യമായ നടപടികൾ ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ പറഞ്ഞു. വൈസ് പ്രസിഡന്റ് PS സുജിത, പ്രദീപ് കൊച്ചത്ത്, CK കൃഷ്ണകുമാർ, മേനക മധു, ശരണ്യ രജീഷ്, ലീന മനോജ്, TP രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്തിക്കാട് കല്ലിട വഴി പുത്തൻകോവിലെ റോഡിന്റെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഗോറി വേസ്റ്റ് അടിച്ച് DSB ഇട്ട് സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട്. നിലവിലുള്ള വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഹിന്ദു ഐക്യവേദി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. വടക്കുംനാഥ ക്ഷേത്രത്തിലെ ക്ഷേത്രോപദേശക സമിതിയുടെ അഴിമതിക്ക് കൂട്ടുനിന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കുക, ക്ഷേത്രോപദേശക സമിതി പിരിച്ചുവിടുക, വടക്കുംനാഥ ക്ഷേത്ര മൈതാനിലെ വിദ്യാർത്ഥി കോർണറിൽ നടത്തുന്ന അനധികൃത നിർമ്മാണം നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യരക്ഷാധികാരി KP ശശികല ഉദ്ഘാടനം ചെയ്തു. ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് V മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി P സുധാകരൻ, ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം കൂളിമുട്ടം വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ മരം കടപുഴകി വീണു. കൂളിമുട്ടം പ്രാണിയോട് ജംഗ്ഷനിലാണ് വലിയ ഐനി മരം വീണത്. വൈദ്യുതി കമ്പിയിലും റോഡിലുമായി മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പഞ്ചായത്ത് അംഗങ്ങളായ VS രവീന്ദ്രൻ, അരുൺലാൽ, വന്യജീവി സംരക്ഷകൻ അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് ഗ്രൗണ്ട് റോഡ് കുണ്ടും കുഴികളും നിറഞ്ഞ ശോചനീയാവസ്ഥയിൽ. റോഡ് ശോചനീയാവസ്ഥയിലായിട്ട് മാസങ്ങളായെങ്കിലും യാത്രാ ദുരിതത്തിന് പരിഹാരമുണ്ടാകുന്നില്ലെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്ത്. മറ്റത്തൂർ പഞ്ചായത്തിന്റെ വ്യാപാര സ്ഥിരാകേന്ദ്രമായ കോടാലി ടൗണിലാണ് പഞ്ചായത്ത് മൈതാനം. കോടാലി ആൽത്തറ ഇഞ്ചക്കുണ്ട് റോഡിനെയും കൊടകര വെള്ളിക്കുളങ്ങര റോഡിനെയും ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡാണ് പഞ്ചായത്ത് മൈതാനത്തേക്കുള്ളത്. അക്ഷയ കേന്ദ്രം, പൊതുവിതരണ കേന്ദ്രം, പഞ്ചായത്തിന് കീഴിലുള്ള ജനകീയ ഹോട്ടൽ, കംഫർട്ട് സ്റ്റേഷൻ, ടാക്സി സ്റ്റാൻഡ് എന്നിവിടങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഈ റോഡിനെയാണ് ജനങ്ങൾ ആശ്രയിക്കുന്നത്. റോഡിൽ രൂപപ്പെട്ട കുഴികളിൽ കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളം മൂലം ദുരിതത്തിലായിരിക്കുകയാണ് കാൽനടക്കാരും റോഡിന് ഇരുവശത്തുമുള്ള വ്യാപാരികളും. ഈ വഴി നമുക്ക് ഉപയോഗത്തിന് വരുന്നത് അക്ഷയ കേന്ദ്രം, സർക്കാരിൻ്റെ ഹോട്ടൽ, റേഷൻ കട കാര്യങ്ങൾക്കൊക്കെ ഈ വഴിയാണ് ഉപയോഗിക്കുന്നത്. വർഷങ്ങളായി ഇതിങ്ങനെ കിടക്കുന്നു. ഒരു മഴ പെയ്താൽ ഗ്രൗണ്ടിലേക്ക് കടക്കാൻ പാടില്ല, അത്രയും വെള്ളമാണ്. അധികൃതർ ഇതിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കണം. പഞ്ചായത്ത് മൈതാനം മുതൽ മെയിൻ റോഡ് വരെയുള്ള 100 മീറ്ററോളം നീളത്തിലാണ് റോഡിൽ കുഴികളുള്ളത്. എത്രയും പെട്ടെന്ന് കുഴികളടച്ച് ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, കൊടകര.
CPM കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗം കെ ബിജുവിന്റെ 16ാമത് രക്തസാക്ഷിത്വ ദിനാചരണം ഇന്ന് ആചരിക്കുന്നു. കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ചത്രത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ പതാക ഉയർത്തി. തുടർന്ന് ബിജുവിന്റെ വസതിയിലെ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. രക്തസാക്ഷി ദിനാചരണം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ സെക്രട്ടറി KR ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. RN ശ്രീലാൽ, TP പ്രഭേഷ്, TK മധു തുടങ്ങിയവർ സംസാരിച്ചു. വൈകിട്ട് വിവിധ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനവും പോലീസ് മൈതാനിയിൽ പൊതുസമ്മേളനവും നടക്കും. CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് സമുചിതമായി ഇവിടെ ഇന്ന് ആചരിക്കുകയാണ്. നേരത്തെ നേതൃമാഷുകൂടെ സൂചിപ്പിച്ചതുപോലെ ഈ കൊടുങ്ങല്ലൂർ പ്രദേശത്തിനകത്ത് വളരെ സജീവമായ സംഘടനാ പ്രവർത്തനങ്ങൾ. ചിറ്റാറ്റുകര തപാൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു പതിറ്റാണ്ട് പിന്നിടുന്നു. എളവള്ളിയിലെ കോൺഗ്രസ് പ്രവർത്തകർ തപാൽ ഓഫീസ് 100 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായി ജീവനക്കാർക്കും വിവിധ ആവശ്യങ്ങൾക്കുമായി എത്തിയവർക്കും മധുരം വിതരണം നടത്തി. വാർഡ് മെമ്പർ ശരത് കുമാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ, സോജൻ വാഴപ്പള്ളി, ജിജി എളവള്ളി, ചാർലി തോമസ്, അനീഷ്, ജോസൻ എന്നിവർ സംസാരിച്ചു. കിള്ളിമംഗലം ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിനെതിരെ രാജിവെച്ചു പോയ മുൻ ഭരണസമിതി അംഗങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും സംഘം ഭാരവാഹികൾ പറഞ്ഞു. സംഘത്തിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും. കാലിത്തേറ്റയിൽ ബാധ്യത വന്ന കർഷകർ പണം നൽകാതെ സംഘം വിട്ടുപോയിരുന്നതായും ഇത് മുതലെടുത്താണ് കർഷകർക്ക് പണം നൽകാനുണ്ടെന്നുള്ള കാര്യം വ്യാജമായി രാജിവെച്ച് ഇവർ പ്രചരിപ്പിക്കുന്നതെന്നും ഭരണസമിതി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. സംഘം പ്രസിഡന്റ് CP ഗോവിന്ദൻകുട്ടി, സെക്രട്ടറി V വർഷ, വൈസ് പ്രസിഡന്റ് NC ജോർജ്, PA മുസ്തഫ, V സൗമ്യ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ റോഡുകളിലെ ശോചനീയ സ്ഥിതി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കാട്ടകമ്പാൽ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ സാംസൺ പുലിക്കോട്ടിൽ, NMM റഫീഖ, KM ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രം കേരള ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷയിലാണ് നടപടി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ധന്വന്തരി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ വലിയ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഈ ക്ഷേത്രത്തെ ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ചത്. കേരളത്തിലെ സർക്കാരിന്റെ പ്രാദേശിക ടൂറിസത്തിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക എന്ന നിലയിലാണ് ഞങ്ങൾ ഒരു ടൂറിസം കോറിഡോർ എന്ന കാഴ്ചപ്പാടോടുകൂടി ഇതിനെ മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായും കേരളത്തിലെ ഗവൺമെന്റ് ഇത് പരിഗണിച്ചതിന് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ തരത്തിലുള്ള നന്ദിയും ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. പ്രാദേശിക ടൂറിസത്തിന്റെ പുതിയ സാധ്യതകളെ ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണന്റെയും കുന്നംകുളം MLA AC മൊയ്തീന്റെയും ഇടപെടലിന്റെ ഭാഗമായാണ് കേരള ടൂറിസം മാപ്പിൽ നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തെ ഉൾപ്പെടുത്തിയത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ടൂറിസം വികസനം ലക്ഷ്യമിട്ട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അധികൃതർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയിരുന്നു. ക്ഷേത്രത്തെ ഇന്ത്യൻ ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്താൻ നടപടി സ്വീകരിക്കുമെന്ന് ആലത്തൂർ MP K രാധാകൃഷ്ണൻ അറിയിച്ചു. ക്ഷേത്രത്തെ കേരള ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തിയതിനാൽ ക്ഷേത്രത്തിന്റെയും ധന്വന്തരി ആയുർവേദ ആശുപത്രിയുടെയും ത്വരിതഗതിയിലുള്ള വികസനം സാധ്യമാക്കാൻ കഴിയുമെന്നും ഇതിനുവേണ്ടി പ്രവർത്തിച്ച പഞ്ചായത്ത് ഭരണസമിതിയോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നതായും ധന്വന്തരി ക്ഷേത്ര ഉപദേശക സമിതി അറിയിച്ചു. നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രം ടൂറിസം വകുപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഭാരതത്തിലെ തന്നെ ആദ്യ ധന്വന്തരി ക്ഷേത്രം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ധന്വന്തരി ക്ഷേത്രത്തിലെ ധന്വന്തരി മൂർത്തിയെ കാണാൻ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ ഈ സമീപകാലത്തൊക്കെ ഉത്തരേന്ത്യയിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ കേരള സർക്കാരിന്റെ ഈ ടൂറിസം മാപ്പിൽ അല്ലെങ്കിൽ ആ പേജിൽ നമ്മുടെ ഈ ക്ഷേത്രവും ഇടം പിടിച്ചു എന്നുള്ളത് പ്രശസ്തി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നല്ലൊരു സമയമാണ് എന്ന് വിശ്വസിക്കുന്നു. യോഗത്തിൽ ഭാരവാഹികളായ കലാമണ്ഡലം നാരായണൻ നായർ, NK ഗോപാലൻ, TK ശിവൻ, KS ഗോപിനാഥ്, PC അബാൽമണി എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി.
വി കെ മോഹനൻ കാർഷിക സമിതി ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൻവർ അധ്യക്ഷത വഹിച്ചു. പ്രവാസി കാര്യക്ഷേമ വകുപ്പ് ചെയർമാൻ അബ്ദുൽ ഖാദർ, ചാവക്കാട് കൃഷി ഓഫീസർ ആനി റോസ്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാജിദ, അഡ്വക്കേറ്റ് പി മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ലയൺ ഇയറിന് തുടക്കമിട്ട മെഡിക്കൽ കോളേജ് യൂണിവേഴ്സിറ്റി ലയൺസ് ക്ലബ്ബ് സേവന പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു. മുണ്ടത്തിക്കോട് DVLP സ്കൂളിൽ നടന്ന ചടങ്ങ് റീജിയൻ ചെയർപേഴ്സൺ ലയൺ ലിജോ ജോർജ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ലയൺ എ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സതീഷ് കുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. CJ ജോബി, ജോയ് സി ഷാജു, മുണ്ടത്തിക്കോട് NSS കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത്, സ്കൂൾ പ്രധാനാധ്യാപിക വി സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് തൃശൂർ സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് എക്സിക്യൂട്ടീവ് അംഗം MG പുഷ്പാങ്കദൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK സതീശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PS സജീവൻ, ജില്ലാ ട്രഷറർ K കൃഷ്ണകുമാർ, PS ഉണ്ണികൃഷ്ണൻ, KS നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BSc സൈക്കോളജിയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ വിരുപ്പാക്ക സ്വദേശിനി ശ്രീലക്ഷ്മി രാജിനെ യൂത്ത് കോൺഗ്രസ് തെക്കങ്കര മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് തെക്കങ്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ അധ്യക്ഷത വഹിച്ചു. KPSTA സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ഷാഹിദ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി PJ രാജു, കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ PT മണികണ്ഠൻ, KR സന്ദീപ്, കുട്ടൻ മച്ചാട്, MT വറീദ്, V ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചേർനാട്ടിൽ രാജന്റെ മകളാണ് ശ്രീലക്ഷ്മി. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 6 മുതൽ ആരംഭിക്കുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം, ഇല്ലനിറ, ആനയൂട്ട് എന്നിവയുടെ നോട്ടീസ് പ്രകാശനം നടന്നു. പരിസ്ഥിതി പ്രവർത്തകൻ V അനിരുദ്ധൻ, മാധ്യമ പ്രവർത്തകൻ ശശികുമാർ കൊടക്കാടത്ത് എന്നിവർ പ്രകാശനം നിർവഹിച്ചു. വടക്കാഞ്ചേരി ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് EK മഹേഷ് ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. ഉത്രാളി പൂരം വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി, എങ്കേക്കാട് ദേശം പ്രസിഡന്റ് TP ഗിരീശൻ, പൂരം ചീഫ് കോർഡിനേറ്റർ V സുരേഷ് കുമാർ, ഉപദേശക സമിതി പ്രസിഡന്റ് V ശ്രീധരൻ, സെക്രട്ടറി C ജയേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഓഗസ്റ്റ് 6 മുതൽ 15 വരെ നടക്കുന്ന ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെ മുഖ്യ ആചാര്യൻ വിജു ഗോപാലകൃഷ്ണനാണ്. MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് വലപ്പാട് പഞ്ചായത്ത് SN സെന്ററിൽ സ്ഥാപിച്ച LED ലൈറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. 3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് LED ലൈറ്റ് സ്ഥാപിച്ചത്. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിക അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് VR ജിദ്ദ, ജനപ്രതിനിധികളായ അനിത കാർത്തികേയൻ, EP അജയ് ഘോഷ്, BK മണിലാൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വായനാപക്ഷം സമാപനം സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് രമേശിന് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രാജേഷ് ശേഖരൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ KR ശിവദാസ്, പ്രിൻസിപ്പൽ G റീജ, ഹെഡ്മിസ്റ്റർ CS ഷൈനി തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കായി നടത്തിയ വിവിധ മത്സരങ്ങളിൽ ജേതാക്കൾക്ക് ഉപഹാരങ്ങൾ കൈമാറി. ക്ഷേമനിധി ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നൽകിയ നിവേദനങ്ങൾ അവഗണിക്കുന്നതിനെതിരെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. AKPA ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ അധ്യക്ഷത വഹിച്ചു. AKPA സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ, സെക്രട്ടറി PV ഷിബു, AKPA സംസ്ഥാന ഫോട്ടോ ക്ലബ്ബ് ചെയർമാൻ CG ടൈറ്റസ്, AKPA സംസ്ഥാന ഇൻഷുറൻസ് ചെയർമാൻ സജീവ് വസന്തിനി, സംസ്ഥാന കമ്മിറ്റി അംഗം KK മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. അയ്യന്തോൾ അമർ ജവാൻ ജ്യോതി പരിസരത്ത് ക്ഷേമനിധി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. ചിത്രരചനയിൽ വീണ്ടും മികവ് തെളിയിച്ച ജുബ്ന സുൽത്താന. പെൻസിൽ ഉപയോഗിച്ച് ചിത്രങ്ങൾ വരച്ച ജുബ്ന ഇപ്പോൾ ഡിജിറ്റൽ ചിത്രങ്ങൾ വരച്ചും തന്റേതായ കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. ദേശമംഗലം പൊട്ടിക്കുണ്ടിൽ വീട്ടിൽ അഷറഫ് സാജിദ ദമ്പതികളുടെ മകളും ഹബീബ് വാഫി വരവൂരിന്റെ ഭാര്യയുമായ ജുബ്ന സുൽത്താനയാണ് ചിത്രരചനയിൽ ഏറെ ശ്രദ്ധ നേടുന്നത്. ചെറുപ്പം മുതൽ പെൻസിൽ ഉപയോഗിച്ച് മനോഹരങ്ങളായ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയ ജുബ്ന അടുത്തിടെയാണ് ഡിജിറ്റൽ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയത്. കൂട്ടുകാരുടെയും സഹപാഠികളുടെയും വിവാഹവേളകളിൽ അവരുടെ ചിത്രങ്ങൾ കടലാസിൽ വരച്ച് സമ്മാനിക്കുന്നത് പതിവാണ്. സ്കൂൾ പഠനകാലത്ത്
പെൻസിൽ, വാട്ടർ കളർ എന്നീ ചിത്രരചനാ മത്സരങ്ങളിൽ ജില്ലാ തലത്തിൽ 1ാം സ്ഥാനവും കോളേജ് തല മത്സരങ്ങളിൽ നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ജുബ്നയെ തേടിയെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു കോച്ചിങ്ങോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഒരു പഠനമോ മോള് നേടിയിട്ടില്ല. സ്വയത്തായിട്ടുള്ള കഴിവുകൊണ്ട് മാത്രമാണ് മോള് ഈ ചിത്രരചനയിൽ ഇങ്ങനെ മികവ് കാണിച്ചത്. പ്രത്യേകിച്ച് ആരുടെയും പ്രോത്സാഹനം ഒന്നുമില്ലാതെയാണ് ജുബ്ന സുൽത്താന ഈ കഴിവുകളൊക്കെ നേടിയത്. സംസ്ഥാന തലത്തിൽ SKSSF സംഘടിപ്പിച്ച എക്സിബിഷനിൽ ജുബ്ന സുൽത്താന വരച്ച് പ്രദർശിപ്പിച്ച 15 അടിയിൽ ഒറ്റക്കടലാസിൽ കൈവരയിൽ തീർത്ത ഇബ്നു ഹൈത്തം മുതൽ മറിയം അസ്ട്രോലാബ് എന്നിവ ഉൾപ്പെടെ മുസ്ലിം ലോകത്തെ നിരവധി ശാസ്ത്ര പ്രതിഭകളുടെ ചിത്രങ്ങളും അവരുടെ സംഭാവനകളെക്കുറിച്ചുള്ള വിവരണങ്ങളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. കൂടാതെ അറബിക് കാരിഗ്രാഫും ഒരുക്കിയിട്ടുണ്ട്. SKSSF പെൻഗിൻ സംസ്ഥാനതല ഫാക്കൽറ്റി ട്രെയിനർ കൂടിയായ ഈ 21കാരി വെള്ളറക്കാട് ഖദീജ ബിൻത്ത് ബുഹാരി SNEC കോളേജിൽ നിന്നും സനായിയ ബിരുദവും കരസ്ഥമാക്കിയിട്ടുണ്ട്. TCV ന്യൂസ്, ചെറുതുരുത്തി. കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പൊൻകുന്നം വർഗീയ അനുസ്മരണം സംഘടിപ്പിച്ചു. കൊടകര ഡോൺ ബോസ്കോ ഗേൾസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ CC ഉഷാകുമാരി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോൺ ബോസ്കോ ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ സംഗീത, സിസ്റ്റർ പ്രവീണ, ലൈബ്രറിയൻ സുഷമ, T ശാന്തൻ എന്നിവർ സംസാരിച്ചു. വെങ്കടങ്ങ് പഞ്ചായത്തിലെ ഞാറ്റുവേല ചന്ത മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി, EV പ്രബീഷ്, AT അബ്ദുൾ മജീദ്, VK ഷറഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ 26ാമത് വാർഷികാഘോഷം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H ഷെലീൽ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീയുടെ വലിയ ശക്തി ഒത്തുചേരാൻ എരുമപ്പെട്ടി പഞ്ചായത്ത് ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ PG സുജിത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചിറ്റാട്ടുകര സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച ആദരണം മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് RA അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. എലവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, ഷാജി കാക്കശ്ശേരി, PG സുബിദാസ്, ജീന അശോകൻ, PI ബാബു, PM ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6610 രൂപ, പവന് 52,880 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3677 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കൈക്കൂലി വാങ്ങുന്നതിനിടെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആന്റണി വിജിലൻസിന്റെ പിടിയിലായി. പിടിയിലായത് കരാറുകാരനിൽ നിന്നും 6000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ പാലക്കൽ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി. ചൊവ്വാഴ്ച റോഡ് തുറന്നു കൊടുക്കുമെന്ന മന്ത്രിയുടെ ഉറപ്പ് വാഴ്വാക്കായി. ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ യാത്രക്കാർ. ഗുരുവായൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. ഗുരുവായൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുകയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. ബോണറ്റിൽ നിന്നാണ് തീ പടർന്നത്. അതിരപ്പള്ളി അമ്പലപ്പാറയിൽ വീണ്ടും കാട്ടാന കപാലി ഇറങ്ങി വാഹനങ്ങൾ തടഞ്ഞു. കാട്ടാന റോഡിൽ നിലയുറപ്പിച്ചതോടെ മലക്കപ്പാറ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് 2.5 മണിക്കൂറോളം അടച്ചിട്ടു. പുങ്ങുന്നം കുട്ടൻകുളങ്ങര ബ്ലാക്കാട്ടുപറമ്പിൽ ലൈനിൽ വീടിന്റെ മതിൽ കുളത്തിലേക്ക് ഇടിഞ്ഞു വീണു. 2 മാസം മുൻപ് താമസം തുടങ്ങിയ പുതിയ വീട് അപകടാവസ്ഥയിൽ.
കുട്ടദല്ലൂരിൽ ബ്രൌൺ ഷുഗറുമായി യുവാവ് പോലീസ് പിടിയിലായി. അസം സ്വദേശി ജഹറുളാണ് അറസ്റ്റിലായത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.